ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RBIയുടെ റോളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഫങ്ഷൻസാണ് നോക്കുന്നത്. ഡിഗ്രി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും ഒക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. Reserve Bank of India has been performing the usual and traditional functions of a central bank. അതായത് ഒരു സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, RBI പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും എന്തുണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേരാണ് RBI. അതുപോലെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ സെൻട്രൽ ബാങ്ക് ഉണ്ട്, അതിന് ഓരോ പേരുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. According to the preamble to the Reserve Bank of India Act, RBI Act അനുസരിച്ചിട്ട് RBI Act 1934 ആണ്. The main function of the Reserve Bank is to regulate the issue of banknotes and the keeping of reserve with a view to secure monetary stability in India and generally to operate the currency and credit system of the country to its advantage. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ട് റിസർവ് ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നതും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, RBI റിസർവുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മോണിറ്ററി സ്റ്റെബിലിറ്റി സെക്യൂറായിട്ട് പോകാൻ വേണ്ടിയിട്ട് RBI റിസർവ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് കറൻസിയും കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും RBI ആണ്. ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു ഇൻട്രഡക്ഷൻ പോലെ പറയാണ്. ദ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് 1950s നെസസിറ്റേറ്റഡ് ദ വൈഡനിങ് ഓഫ് ബാങ്ക്സ് ഫങ്ഷൻസ്. ഇപ്പം 1950 ആയപ്പോഴത്തേക്കും RBIയുടെ ഫങ്ഷൻ ഇതിൽ കൂടെ വിശാലമായി മാറുകയാണ് ചെയ്യുന്നത്. ഇറ്റ് അണ്ടർടേക്സ് എ വെറൈറ്റി ഓഫ് ഡെവലപ്മെൻറ്റൽ ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ RBI ആദ്യകാലങ്ങളിൽ RBIയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതും റിസർവ് കീപ്പ് ചെയ്യുന്നതും നമ്മുടെ മോണിറ്ററി സ്റ്റെബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നിപ്പം RBI ഡെവലപ്മെൻറ്റൽ ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ RBI ചെയ്യുന്നുണ്ട്. അണ്ടർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 BR ആക്ട് അനുസരിച്ചിട്ട് അഡീഷണൽ പവേഴ്സ് ഹാവ് ബീൻ കൺഫേർഡ് ഓൺ ദി ബാങ്ക്. ബാങ്കുകൾക്ക് അഡീഷണൽ ആയിട്ട് പല അധികാരങ്ങളും വന്നിട്ടുണ്ട്. ദി ആക്ട് വാസ് അമെൻഡഡ് ഫർദർ ഇൻ 1963. ഈ ആക്ട് 1963 അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. 64 അമെൻഡ് വന്നിട്ടുണ്ട്. പ്രൊവൈഡ് മോർ പവേഴ്സ് ടു കൺട്രോൾ ദി അഫേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതലായിട്ട് പവറുകളും കൺട്രോളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് 63-64 അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട് BR ആക്റ്റിൽ. മെയിൻലി നമ്മൾ പഠിക്കുന്നത് RBIയുടെ മെയിൻ ഫങ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആണ്. അതായത് നോട്ട് അച്ചടിച്ചിറക്കുവാനുള്ള അധികാരം ആർക്കാണ്? അത് RBIക്ക് മാത്രമാണുള്ളത്. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? RBI ആക്ട് 1934 സെക്ഷൻ 22 22 നോട്ട് ഇഷ്യൂ ചെയ്യുവാനുള്ള RBIയുടെ അധികാരം പറയുന്നത്. അണ്ടർ സെക്ഷൻ 22 ഓഫ് ദി RBI ആക്ട്. ഓക്കെ, RBI ആക്ടിൽ സെക്ഷൻ 22 നോട്ട് ഇഷ്യൂ ചെയ്യുവാനുള്ള RBIയുടെ അധികാരം പറയുന്നത്. ദി RBI ഹാസ് ഗിവൺ മൊണോപ്പൊളി പവർ ടു ഇഷ്യൂ കറൻസി നോട്ട്സ്. ഇൻ ഇന്ത്യ കറൻസി നോട്ട്സ് ഓഫ് ഓൾ ഡിനോമിനേഷൻസ് എക്സെപ്റ്റ് 1 rupee നോട്ട്സ് ആൻഡ് കോയിൻസ്. അപ്പോൾ ആ എക്സെപ്ഷൻ നമ്മൾ നോക്കണം. ഇന്ത്യയിൽ എല്ലാ കറൻസി നോട്ട്സുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ഏതൊഴികെ 1 rupee നോട്ട്, 1 രൂപ നോട്ടും കോയിൻസ് നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് RBI അല്ല, അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ആണല്ലേ. 1 rupee നോട്ട്സും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ടേക്സ് ആക്ഷൻ ടു കൺട്രോൾ ദി സർക്കുലേഷൻ ഓഫ് ഫേക്ക് കറൻസി. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കറൻസി സർക്കുലേഷനെതിരെ എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കാനുള്ള അധികാരവും RBIക്ക് ഉണ്ട്. അപ്പോൾ ഈ നോട്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഫങ്ഷൻ ഓഫ് നോട്ട് ഇഷ്യൂ ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒന്ന് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. The issue department holds assets against which currency can be issued.
അതായത് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കറൻസിക്ക് അനുസരിച്ചിട്ട് അസറ്റ് ഹോൾഡ് ചെയ്യുന്നു. The issue of currency into circulation and withdrawal from circulation are regulated by the banking department. ഈ ഇഷ്യൂ ചെയ്യുന്ന കറൻസി സർക്കുലേഷനിൽ വരുന്നതും അത് വിഡ്രോ ചെയ്യുന്നതും ഒക്കെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെക്ഷൻ 33 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ സെക്ഷൻ 33 ദി അസറ്റ്സ് ഓഫ് ദി ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് വിച്ച് ബാങ്ക് നോട്ട്സ് ആർ ഇഷ്യൂഡ് കംപ്രൈസ് ഓഫ് ഗോൾഡ് കോയിൻസ്, bullions, foreign securities and bill of exchange and promissory notes payable in India. അതായത് ഇത്രയേ ഉള്ളൂ. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അസറ്റുകൾ വയ്ക്കും. അതായത് നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് ഗോൾഡ് കോയിൻസ്, പിന്നെന്താ ഫോറിൻ സെക്യൂരിറ്റീസുകൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എന്താണ്, ഒരു അസറ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഈ കറൻസിയെ സർക്കുലേഷനിലേക്ക് കൊണ്ടുവരികയും അത് സർക്കുലേഷനിൽ നിന്ന് വിഡ്രോവൽ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് നോട്ട് ഇഷ്യൂയിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഒന്നും കൂടെ ഇത്രയും പറഞ്ഞത് ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, അതാണ് ഒന്നാമത്തെ RBIയുടെ ഫംഗ്ഷൻ. RBI ആക്ടിൽ സെക്ഷൻ 22 ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. RBIക്കാണ് എന്ത് ചെയ്യാനുള്ളത്, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുവാനുള്ള അധികാരം ഉള്ളത്. എന്നാൽ 1 രൂപി നോട്ട്സും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ നോട്ട് ഇഷ്യൂ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് അസറ്റ് ഹോൾഡ് ചെയ്തിട്ടാണ്. ഏതൊക്കെ അസറ്റുകളാണ് നമ്മൾ പറഞ്ഞു, കംപ്രൈസ് ഓഫ് ഗോൾഡ് കോയിൻസ്, ദെൻ മുള്ളിയൻസ്, ഫോറിൻ സെക്യൂരിറ്റീസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്സ്, ഇതൊക്കെയാണ്. ദെൻ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്ന കറൻസിയെ സർക്കുലേഷനിൽ കൊണ്ടുവരികയും അത് വിഡ്രോവൽ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുകയാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്.